അങ്ങനെ ഒരു സൗഹൃദം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു? സൗഹൃദം അയാളെ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമൊന്നും അങ്ങനെയൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവസരം വരുമ്പോൾ അറിയിക്കാം, വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് കോണ്ടാക്ട് ചെയ്തു, ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇന്ന പോലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇയാളെ പരിചയപ്പെട്ടത്, ബാബുരാജിനെ? ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞാല്, ഞാൻ അദ്ദേഹത്തിന് ഒരു പോലീസ് മാമൻ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ചെയ്തിരുന്നു. ആ സമയത്ത് ഏതോ ഒരു കൺട്രോളർ വഴിയാണ് ഞാൻ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാനുണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ, അതായത് മൂന്നാറിൽ അദ്ദേഹത്തിന് ഒരു റിസോർട്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പോലീസ് മാമൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. ആ സമയത്താണ് എനിക്ക് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് കിട്ടുന്നത്. അവിടെ വെച്ചാണോ ബാബുരാജിനെ ആദ്യമായി കാണുന്നത്? എന്നാണ് ആദ്യമായി കാണുന്ന? ആലുവയിൽ വെച്ചിട്ടാണ്. ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായി കണ്ട ആ ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടായതപ്പോൾ? അതെ അതെ. അതിനു മുൻപ് ഫോണിൽ സംസാരിച്ച ഒരു വിശ്വാസം നിങ്ങളിൽ നേടിയെടുത്തിരുന്നു? ഉണ്ട്, അത് തന്നെ. ഈ വീട്ടിലെത്തിയപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഒരു മുറിയിലേക്ക് എത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞത്? അതായത് സ്വാഭാവികമായിട്ട് ഇപ്പൊ അവരെത്തിയില്ല, സ്വാഭാവികമായിട്ട് സമയം വൈകുമല്ലോ. അപ്പൊ സമയം വൈകുന്ന സമയത്ത് നോക്കി ഞാനത് സത്യമാണെന്ന് വിശ്വസിച്ചു. അപ്പോ താൻ ഒരു കാര്യം ഇവിടെ റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ റെസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം. അതിനുശേഷം ഫുഡ് കഴിക്കാൻ എന്ന നിലയ്ക്കാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഡോറ് ഓപ്പൺ ചെയ്ത സമയത്ത് ഫുഡ് കഴിക്കണ്ടേ എന്ന് ചോദിച്ചാണ് കയറി വന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ അവിടെ എത്തിയതല്ലേ? ഏകദേശം തീരെ ഈവനിങ് ആയിട്ടില്ല. ഈ ബലാത്സംഗത്തിനായി ഇയാൾ മുതിരുമ്പോൾ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയുമായിരുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നോ? അതെ, കാരണം ഒരു ഒറ്റപ്പെട്ട റൂമാണ്, അതിൽ ഒറ്റ വാതിലേ ഉള്ളൂ. ആ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. ആളധികം ഒരു ഇതാണല്ലോ. അപ്പൊ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സാഹചര്യം ആയതുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ട് നേരെ ബെഡിലേക്ക് വന്നു. അങ്ങനെയാണ് ആള് ഇത് എന്നെ കീഴ്പ്പെടുത്തിയത്. ബാബുരാജിനോട് അപ്പോൾ തന്നെ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാനിവിടെ വന്നത്, നിങ്ങൾ സിനിമയിൽ അവസരം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയുകയും അത് പരാതിപ്പെടുകയും ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഒരു പരാതി വേണ്ട എന്ന് വെച്ചത്? പരാതി വേണ്ട എന്ന് വെച്ചത്, വീട്ടിൽ അറിയാതെയാണ് ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പോ അതൊരു വലിയ വിഷയത്തിലേക്കാകും എന്നുള്ള ഭയത്തിലാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. പക്ഷേങ്കിൽ ഈ വിഷയങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളുടെ SP സാറ് ശശിധരൻ സാറിനോട് പറയുകയുണ്ടായി. സാറാണോ അപ്പോൾ ധൈര്യം തന്നത് പരാതിയുമായി മുന്നോട്ട് വരാൻ? സാറ് എന്നോട് പരാതിപ്പെടാൻ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാൻ പരാതി കൊടുത്തില്ല. കാരണം FIR രജിസ്റ്റർ ചെയ്താൽ പിന്നീട് ഞാൻ നാട്ടിൽ ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് പരാതിക്ക് ഞാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്, അത് അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിനു മുന്നിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണോ? അവരുടെ മുമ്പിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാണ്. അവരങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷിക്കും. ഇങ്ങനെയുള്ള ഒരാൾ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരിക്കലുമല്ല. ഇതില് അർഹരായ ആളുകൾ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന, ഇത്രയും ഒരു കാമ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പെൺകുട്ടികളെ ഉപയോഗിക്കുകയും അതിനായി മാത്രം അവരെ വിശ്വസിപ്പിച്ച് അവരിൽ വിശ്വാസം നേടിയെടുത്ത് ഇതുപോലെ ഇപ്പോൾ താങ്കൾക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതാക്കണ്ടേ? തീർച്ചയായിട്ടും ആ സാഹചര്യം നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. ഈ പേര് താങ്കൾ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അയാളുടെ പ്രതികരണം എന്താണ് എന്നത് ഞാൻ പറഞ്ഞു. അയാൾ ഇപ്പോൾ സിദ്ദിഖ് ഒഴിഞ്ഞ സ്ഥാനത്തേക്ക്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ സ്വാഭാവികമായി എത്താൻ സാധ്യതയുള്ള ഒരാളാണ്. അതെ. ഇതിന് പിന്നിൽ മറ്റു താല്പര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പല്ലേ? തീർച്ചയായും 100% ഉറപ്പാണ്. എനിക്ക് ആരുടെയും പൈസ വാങ്ങേണ്ട ഒരു കാര്യവുമില്ല. സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കണം. കാരണം സിനിമ എന്നത് നമുക്ക് എല്ലാവരും, സിനിമ അല്ലെങ്കിൽ കല എന്നത് അത്രയും പരിശുദ്ധിയുള്ള ഒരു കാര്യമാണ്. അതിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ദാരുണമായ വിഷമം തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അതില്ലാതാക്കി കഴിവുള്ള കുട്ടികൾ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം സിനിമാ മേഖലയിൽ വരേണ്ടത് അനിവാര്യം തന്നെയാണ്.